ഓം ശ്രീ ആഞ്ജനേയായ നമ. MSB4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഓം സം സരസ്വത്യേ നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് 2026 ജൂൺ മാസം 14 തീയതി മുതൽ 20 തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ എന്തെങ്കിലും ഗ്രഹസ്ഥിതികളുടെ സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഓൺലൈൻ ആസ്ട്രോളജി കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമായ ഡൽഹിയിലെ ആസ്ട്രോളജി കമ്പനിയായ ആസ്ട്രോ ടാക് കമ്പനിയിലും ഞാൻ ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ പേര് വരുന്നത് വിനീത് മംഗലത്ത് എന്ന പേരിലാണ്. അപ്പൊ നമുക്ക് വാരഫല വീഡിയോയിലേക്ക് കടക്കാം. വാരഫലത്തിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്താനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, കുറച്ച് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, അതുപോലെ ഒഫീഷ്യൽ സംബന്ധമായിട്ടുള്ള യാത്രാ ക്ലേശങ്ങൾ, അങ്ങനെ അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കൂടുതലായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമിത ചിന്ത, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ മുൻപോട്ട് പോകേണ്ടതാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. എന്നാൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളും ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമായിരിക്കും. ഒഫീഷ്യലി ജോലി, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനാണെങ്കിലും അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും വളരെ നല്ല സമയമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുക, കുടുംബദേവിയെ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി അനുകൂലമായിട്ടുള്ള സമയമാകും. ജോലിയിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആ ഒരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥാനമായിരിക്കും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ ക്ലേശങ്ങൾ ചെറിയ തോതിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഡയറ്റ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഭക്ഷണം അത് ശ്രദ്ധിക്കുക. പരിചയമില്ലാത്ത ഭക്ഷണം ഒഴിവാക്കുക വരുന്ന ഒരു വാരം, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിന് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾക്കും ഉള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പൊതുവെയുള്ള നക്ഷത്രഫലം മാത്രമാണ്. 100% ഇത് എല്ലാവർക്കും വരും എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഈ ഫലത്തിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. കാരണം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന ഫലം ചില കാര്യങ്ങൾ അവർക്ക് ഫലിക്കുന്നില്ല, ചില കാര്യങ്ങൾ അവർക്ക് ഫലിക്കുന്നുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അപ്പം എല്ലാവരുടെയും കൂടെ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ഫലമായിട്ട് മാത്രമേ നമുക്ക് വാരഫലത്തിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരുടെ ഗ്രഹസ്ഥിതി, ഗ്രഹനില എടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതുമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും.
വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം വരുന്ന വാരം ചില ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. പക്ഷെ പാഴ്ചിലവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പർ ബഡ്ജറ്റിൽ തന്നെ, ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. സരസ്വതി ദേവി കടാക്ഷവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന വളരെ നല്ല സമയമാകും വിദ്യാർത്ഥികൾക്ക് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈര്യം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ വരുന്ന വാരവും കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ, അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ആരോടും പറയാതെ ഇരിക്കുക. അങ്ങനെയുള്ള ശത്രുസ്ഥാനം കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒഫീഷ്യൽ കാര്യങ്ങൾ, ഒഫീഷ്യൽ നീക്കങ്ങൾ മറ്റുള്ളവരോട് പറയാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് സംബന്ധമായിട്ടുള്ള കുറച്ച് കൂടുതൽ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്, ദൈവാധീനമുള്ള സമയമായിരിക്കും. ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്ക് അവർക്ക് കാര്യമായിട്ടുള്ള ഇത് ഉണ്ടാകാനുള്ള, അതായത് കാര്യമായിട്ടുള്ള അത് അപ്രൂവലിനുള്ള സാധ്യതയും ഈ വരുന്ന വാരം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. മിഥുനക്കൂർ നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തലവേദന, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയും, തലവേദന, അതുപോലെ വായ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു തടസ്സത്തിനുള്ള സാധ്യതയുണ്ട്. ഉമാമഹേശ്വര മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാവും. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടും അതുപോലെ വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ധനസംബന്ധമായിട്ട് പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ഫിനാൻഷ്യലി ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ആയി കിടക്കുന്ന അങ്ങനെയുള്ള ഫണ്ട് ബ്ലോക്കേജ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടാനുള്ള ദൈവാധീനം കിട്ടുന്നതുമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് പുതിയതായിട്ട് ഉള്ള ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നല്ല സമയമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും മഹാവിഷ്ണു മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ വീട്ടിൽ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം നക്ഷത്രം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കുള്ള ഇത് ഈ ഒരു വാരം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി പോകേണ്ട ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല അനുകൂലമായിട്ടുള്ള സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ദൈവാധീനമുള്ള സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല രീതിയിൽ ഒരു പ്ലാനിങ്ങോടുകൂടി നല്ല ബഡ്ജറ്റിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. വെൽ പ്ലാനിങ്ങോടുകൂടി മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയ. ഭദ്രകാളി മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബദേവിയെ കൂടി പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകേണ്ടതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. ഒഫീഷ്യലി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ദൈവാധീനമുള്ള സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി നല്ല സമയമാകും. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വർക്ക് ഔട്ട്പുട്ട്, ആ ഒരു ഓർഡർ ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവാധീനം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ പോകേണ്ടത് അത്യാവശ്യമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര നല്ലതല്ല. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാഴ്ചിലവ് ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. അതുപോലെ വാഷ്റൂമിൽ പോകുമ്പോഴും വളരെയധികം ശ്രദ്ധ വേണം. സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനനഷ്ടം, പാഴ്ചെലവും ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നല്ല സമയമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും. ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവാധീനം ഉള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ഈ വരുന്ന വാരം
സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ഈ മന്ത്രം ദിവസവും 3 തവണ ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ പണം കടം കൊടുക്കുന്നത് ഈ ഒരു വാരം ഒന്ന് നിയന്ത്രിക്കുക. ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ വാരഫല വീഡിയോയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പല ആളുകളും അത് വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം നമുക്കുള്ള കാര്യങ്ങൾ അതുപോലെ പറയുന്നതല്ലേ അതിന്റെ രീതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രിക്കോഷൻ എടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുമല്ലോ. എനിക്ക് വേണമെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷെ ഉള്ള കാര്യങ്ങൾ അതുപോലെ സ്പഷ്ടമായിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വാരം കൂടുതൽ ശ്രദ്ധ, കൂടുതൽ ജാഗ്രത നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നത്. ചില ആളുകൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇടാറുണ്ട് ചില സമയത്ത്. അതായത് പറയുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് അത് ഒഴിവാക്കി മുൻപോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആ ഒരു സ്പിരിറ്റിൽ തന്നെ എല്ലാവരും എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ആരോഗ്യ സംബന്ധമായ ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതായത് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ടുള്ള ടെൻഷൻസും തലവേദനയ്ക്കുള്ള സാധ്യതയും ക്ഷീണവും ഉണ്ടാകാൻ ഉള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഒഫീഷ്യലി അനുകൂലമായിട്ടുള്ള സമയം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ടും ചെറിയ കൺഫ്യൂഷൻസിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ തന്നെ ആ ഒരു കൂടുതൽ ഫോക്കസ് ചെയ്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ടെൻഷൻസും എല്ലാം മാറ്റിയെടുക്കുക. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്നത്. അടുത്തൊരു വാരം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം നക്ഷത്രം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സംസാരത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മിതത്വ ഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ശത്രു തടസ്സം, സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാകും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും ഒഫീഷ്യലിയും നിങ്ങൾക്ക് ജോലി സംബന്ധമായും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതായത് അലസത കൂടി നിൽക്കാനുള്ള സാധ്യത. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അലസത കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെയും സരസ്വതി ദേവിയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ഗണപതി മന്ത്രം ദിവസവും ജപിക്കുക. ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വ ജംഭൂബല സാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഗണപതി മന്ത്രം ദിവസവും ജപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയം ആകും വരാൻ പോകുന്നത്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല ഒരു സമയമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും. ഒഫീഷ്യലി പക്ഷേ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ജോലിയിൽ കൂടുതലായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ്, ടെൻഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബത്ത് ദമ്പതികൾക്കിടയിലും ചെറിയ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും വരുന്ന വാരം കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയം. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ബഡ്ജറ്റിൽ നല്ല പ്ലാനിങ്ങോട് കൂടി മാത്രം ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വേണ്ടി എത്തിച്ചേരുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ധനനഷ്ടം ഉണ്ടാകും എന്നല്ല ഞാൻ പറഞ്ഞത്. ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യത നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു സാധ്യത അങ്ങ് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്, വേറെ നെഗറ്റീവായിട്ട് എടുക്കരുത്. അപ്പം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക്
ചെറിയ അലസത നേരിടാനുള്ള സാധ്യതയുണ്ട്. ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും വരാൻ പോകുന്നത്. അതുപോലെ മകരക്കൂർ നക്ഷത്രക്കാരുടെ മാതാവിന് എന്തെങ്കിലും അങ്ങനെയുള്ള ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അങ്ങനെയുള്ള ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ മാതാവിന് അങ്ങനെയുള്ള സ്ഥാനം കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും വരും എന്നല്ല ഞാൻ പറഞ്ഞത്, പൊതുവെയുള്ള ഫലം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഫണ്ട് ബ്ലോക്കേജ് ഒക്കെ ഉള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭാഗ്യവും അങ്ങനെയുള്ള ദൈവാധീനവും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ല സമയം. ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായും മാറി നിൽക്കുന്ന നല്ല സമയം. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ദൈവാധീനമുള്ള സമയമാകും. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി നല്ല സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുമ്പോഴുള്ള ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. ഭദ്രകാളി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുക. അതുപോലെ നിങ്ങളുടെ കുടുംബ ദേവിയെ കൂടി പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂല സ്ഥാനം തന്നെയാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി കൂടുതലായിട്ടുള്ള അലച്ചിൽ അങ്ങനെയുള്ള ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ദമ്പതികൾക്കിടയിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.